ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ബീഡ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ടൈപ്പ് ബീഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സിൽവറും പിന്നെ ബ്ലാക്കും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബീഡ്സാണ്. അപ്പോൾ കുറച്ച് ഗ്ലേസിങ് ഉണ്ട് ഇതിന്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഹാഫ് ബീഡ്സാണ്. ഈ ബ്ലാക്ക് കളർ ഹാഫ് ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിലാണ് ഞാൻ ഹാഫ് ബീഡ്സ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സാണ്. ഷുഗർ ബീഡ്സ് ഇവിടെ ബ്ലാക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ ടൈപ്പ് ഷുഗർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മിഷ്യൻ ത്രെഡാണ്. മെറ്റീരിയലിൻ്റെ അതേ കളറിലുള്ള മിഷ്യൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം വേണ്ടത് നമുക്ക് നീഡിൽ നമ്പർ 9 ആണ്. ഈ ബീഡ്സൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതൊന്ന് തൊടുക. പിന്നെ അതിനുശേഷം ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ നെക്ക് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ട്. നെക്ക് ഞാൻ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴത്തായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഹാഫ് ബീഡ്സ് നമുക്ക് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. നമ്മൾ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റിലായിട്ട് നേരത്തെ കാണിച്ചില്ലേ സിൽവർ കളറ്, ആ കളറ് ബീഡ്സ് നമുക്ക് ഇതിന് ചുറ്റിലും വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 8 ബീഡ്സ് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു റൗണ്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ട് 4 സൈഡ് നന്നായിട്ടൊന്ന് പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഒരു പെറ്റൽ പോലെയാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ റൗണ്ടിൽ ഫുള്ളായിട്ട് ഒരു 4 പെറ്റലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് വരഞ്ഞു കൊടുത്ത് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. എല്ലാമെന്നുണ്ടെങ്കിൽ വരഞ്ഞു കൊടുക്കാതെ തന്നെ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ചുറ്റുമായിട്ട് നമുക്ക് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു പെറ്റൽ ആദ്യം ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ തന്നെയാണ് നമുക്ക് 4 പെറ്റൽ ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ ഞാനിവിടെ ഈ പെറ്റൽ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പെറ്റലിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെൻറ്ററിൻ്റെ ഇപ്പുറത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ആ ബീഡ്സ്, ആ ഒരു സിൽവർ കളർ ബീഡ്സ്, ആ ബീഡ്സ് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 4 ബീഡ്സ് നമുക്ക് ഈ ഗ്യാപ്പിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റൗണ്ടിലാണ് ഞാൻ ഈ പെറ്റൽ വെച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു 2 ലെയർ വരുന്നുണ്ട്. ഈ 2 ലെയറിൽ ഞാൻ പെറ്റൽ വെച്ച് കൊടുത്തിട്ടില്ല, ആ ഒരു റൗണ്ട് മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻഡിൽ ആ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മൊത്തമായിട്ടൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.